Alhamdulillah. Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. ഇനി നമുക്ക് സൂറത്ത് യൂനുസിലെ 100-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما كان لنفس أن تؤمن إلا بإذن الله ويجعل الرجس على الذين لا يعقلون وما كان لنفس ഒരു ആൾക്കും ഒരാത്മാവിനും സാധ്യമാവുകയില്ല അൻ തുഅ്മിന വിശ്വസിക്കുവാൻ ഇല്ലാ ബി ഇദ്നില്ലാഹ് അല്ലാഹുവിൻ്റെ ഹിതപ്രകാരമല്ലാതെ വയജ്അലു റിജ്സ അവൻ മാലിന്യത്തെ നിശ്ചയിക്കും അല്ലെങ്കിൽ ശിക്ഷയെ നിശ്ചയിക്കും അലല്ലദീന ലാ യഅഖിലൂൻ ബുദ്ധി ഉപയോഗിക്കാത്തവരുടെ മേൽ. ഒന്നുകൂടെ അവസാനം പറയാം. വമാ കാന ലി നഫ്സിൻ ഒരു നഫ്സിനും സാധ്യമാവുകയില്ല അൻ തുഅ്മിന വിശ്വസിക്കുവാൻ ഇല്ലാ ബി ഇദ്നില്ലാഹ് അള്ളാഹുവിൻ്റെ ഇദ്ന് പ്രകാരമല്ലാതെ, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അല്ലെങ്കിൽ ഹിതപ്രകാരമല്ലാതെ. വയജ്അലു റിജ്സ അവൻ മാലിന്യത്തെ നിശ്ചയിക്കുന്നു. മാലിന്യം, മ്ലേച്ഛത അല്ലെങ്കിൽ ശിക്ഷ എന്നൊക്കെ റിജ്സിന് അർത്ഥമുണ്ട്. അലല്ലദീന ലാ യഅഖിലൂൻ ബുദ്ധി ഉപയോഗിക്കാത്തവരുടെ മേൽ. സന്മാർഗസിദ്ധിക്ക് അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പാണത്. അള്ളാഹുവിൻ്റെ ഇതിന് ഹിതം ലഭിക്കണമെങ്കിൽ അതിനാവശ്യമായ ഉപാധികൾ മനുഷ്യൻ പൂർത്തീകരിക്കണം. മനുഷ്യന്മാർ ഹിദായത്തിന്, ഈമാനിന് ആവശ്യമായ ഉപാധികൾ പൂർത്തീകരിക്കുമ്പോഴാണ് അവന് ഈമാൻ ലഭിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ മഞ്ചേരിയിലേക്ക് ബസ് കയറണമെങ്കിൽ മഞ്ചേരി ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പ് പോയിക്കണം. മലപ്പുറം ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പ് പോയി എന്നിട്ട് മഞ്ചേരിക്കുള്ള ബസ് കിട്ടൂല അല്ലേ? അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ചെയ്യണം. അപ്പോഴേ നമുക്ക് മഞ്ചേരിക്ക് ബസ് കിട്ടുള്ളൂ. മഞ്ചേരിക്ക് ബസ് കയറാൻ വേണ്ടി ആനക്കയം ജംഗ്ഷനിൽ പോയിട്ട് മലപ്പുറം ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പ് പോയിരുന്നാലോ മലപ്പുറത്തേക്കുള്ള ബസ്സാണ് കിട്ടും. അതേമാതിരി ഈമാൻ കിട്ടണമെങ്കിൽ, ഈമാൻ കിട്ടുന്നതിനാവശ്യമായ നിലപാട്, ഉപാധികൾ അത് നമ്മൾ പൂർത്തിയാക്കണം. അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് പിന്നീട് പറയുന്ന അഖ്ല് എന്ന് പറഞ്ഞത്. ബുദ്ധി ഉപയോഗിക്കണം എന്ന് പറഞ്ഞത്. ബുദ്ധി ഉപയോഗിക്കണം, ചിന്ത ഉപയോഗിക്കണം. അതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ നടപടിക്രമമാണത്. വമാ കാന ലി നഫ്സിൻ അൻ തുഅ്മിന ഇല്ലാ ബിഇദ്നില്ലാഹ് അള്ളാഹുവിൻ്റെ ഹിതപ്രകാരമല്ലാതെ ഒരാൾക്കും വിശ്വാസം സ്വീകരിക്കാൻ സാധ്യമല്ല. അഥവാ ബുദ്ധിയും വിവേകവും ഉപയോഗിക്കുമ്പോഴാണ് ഒരാൾ വിശ്വാസത്തിലേക്ക് എത്തിച്ചേരുക എന്നാണ് സൂചിപ്പിച്ചത്. മുമ്പൊരാൾ ബുദ്ധി ഉപയോഗിച്ച കഥ പറയാറുണ്ട്. എങ്ങനെ ബുദ്ധി ഉപയോഗിക്കണം? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ബുദ്ധി ഉപയോഗിച്ചല്ലോ, അദ്ദേഹം നേർമാർഗത്തിലെത്തി. അബൂജഹൽ ബുദ്ധി ഉപയോഗിച്ചു, പക്ഷെ അദ്ദേഹം ദുർമാർഗത്തിലെത്തിയത്. രണ്ട് തരത്തിലുള്ള ഉപയോഗിക്കലാണ്. പണ്ടൊരു തമാശയിലൊരു കഥ പറയാറുണ്ട്. ഒരാൾ കുളത്തേക്ക് ഇങ്ങനെ കുളിക്കാൻ പോകുമ്പോൾ എന്നും ഒരു വലിയ കാളനെ കാണും. ഒരു കാള ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നത് കാണും. അതിൻ്റെ കാളൻ്റെ കൊമ്പ് ഇങ്ങനെ വലുതായി വന്ന് വളഞ്ഞിട്ട് രണ്ട് കൊമ്പും കൊണ്ട് മുകളിൽ കൂട്ടി മുട്ടിക്കണം. ഇങ്ങനെയാണ് വളഞ്ഞ് വന്ന് കാണ്ട് കൊമ്പോട് കൂട്ടി മുട്ടിക്കണം ഇതിൻ്റെ കൂർത്ത ഭാഗം. അപ്പോൾ ഇയാൾക്ക് ഇങ്ങനെ എന്നും ഇതിനെ കാണുമ്പോൾ തോന്നും, എന്താ ആ കാളൻ്റെ പുറത്തായിരിക്കാണ്ട് അതിൻ്റെ കൊമ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും തല ഇട്ട് നോക്കിയാൽ അങ്ങനെ തോന്നാണ്. എന്നും കുളത്തേക്ക് കുളിക്കാൻ പോകുമ്പോൾ ഈ ഒരു ചിന്ത. അങ്ങനെ 5-6 മാസം അയാൾ, മനുഷ്യന്മാർക്ക് അങ്ങനെയുള്ള വികടമായ ചിന്തകൾ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു 5-6 മാസം കാണുമ്പോൾ എന്താ അപ്പം അതിൻ്റെ ഉള്ളിലൊന്ന് കയറിക്കാണ്ട് ഒന്ന് തലയിട്ടാൽ കാളൻ്റെ പുറത്തായിരിക്കാണ്ട്. ഒരു ദിവസം മൂപ്പര്
പറഞ്ഞ മാതിരി തന്നെ ചെയ്തു. ഒരു ദിവസം കുളിക്കാൻ പോയപ്പോൾ അതിന് ഒരുങ്ങിപ്പോയിട്ട് കാളിങ്ങനെ മേഞ്ഞ് തിന്നുമ്പോൾ അതിൻ്റെ പുറത്തേക്ക് വലിഞ്ഞ് കയറി ആ കാളക്കൊമ്പിൻ്റെ ഉള്ളിൽ കൂടി അവൻ തലട്ട് അങ്ങനെ വളഞ്ഞിരിക്കല്ലേ. കാള വിരലെടുത്ത് പായാൻ തുടങ്ങി. കാള പേടിച്ച് ബേജാറായി ഓടൂലേ, പേടിക്കൂലേ അത്, വെപ്രാളപ്പെട്ട് അങ്ങനെ അതാകെ പരക്കം പറഞ്ഞു. ആൾക്കാരൊക്കെ കണ്ടു. ആൾക്കാരൊക്കെ ഒപ്പം കൂടി കാളനെ എങ്ങനെയൊക്കെയോ ആൾക്കാർ പിടിച്ചു കെട്ടി തളച്ച് ഇയാളതിൻ്റെ ഉള്ളിൽ നിന്ന് വേറെടുത്ത് പുറത്തിറക്കി. അപ്പോൾ പറഞ്ഞു എന്ത് പൊട്ടത്തരായി കാണും, ഒന്ന് ആലോചിക്കണ്ട. ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കുമ്പോൾ, ഇങ്ങനത്തെ പണി ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കണ്ട നിങ്ങൾ. അത് മാത്രം നിങ്ങൾ പറയരുത്. ഞാൻ 6 മാസമായിട്ട് ആലോചിച്ച് കൊണ്ട് ചെയ്തതാണ്. 6 മാസമായിട്ട് ഞാൻ തന്നെ ആലോചിക്കണത്. ആലോചിച്ചിട്ടില്ല എന്നറിയരുത്, ആലോചിച്ച് കൊണ്ടെടുത്ത പണിയല്ല. അപ്പോൾ ഇങ്ങനെ ആലോചിക്കും ചില ആൾക്കാർ. ഇങ്ങനെ ആലോചിച്ചാൽ എന്താ സംഭവിക്കുക? അപകടത്തിൽ ചാടും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് ഈമാൻ കിട്ടണമെങ്കിൽ ഈമാനിനനുസൃതമായ ചിന്ത. അല്ല ഞാൻ ആലോചിച്ച് കാണ്ടിയാണ് ഈ വഴി തിരഞ്ഞെടുത്ത നരകത്തിൻ്റെ വഴി എന്ന് പറയാൻ പറ്റില്ല. അതാണ് ഇവിടെ അള്ളാഹിൻ്റെ പ്രകൃതി നിയമമാണ്, നടപടിക്രമമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് ബസ് കയറി എത്തണമെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് പോകണം, ബസ് കയറണം. അപ്പുറത്ത് പോയി എന്ന് കാണി ഞാൻ മഞ്ചേരിക്ക് പോകുകയാണ് പറഞ്ഞാൽ മലപ്പുറം സ്റ്റോപ്പ് പോയി എന്നാൽ ബസ് കിട്ടൂല. ഈമാനിലേക്കാണ് എത്തേണ്ടതെങ്കിൽ ഈമാനിന് ആവശ്യമായ നേരായ ബുദ്ധിയും ചിന്തയും ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത്. അതാണ് ഇവിടെ അല്ലാഹു തആല വമാ കാനലി നഫ്സിൻ, ഒരു നഫ്സിനും സാധ്യമാവുകയില്ല അൻ തുഅ്മിന, വിശ്വാസം ഉൾക്കൊള്ളുന്നതിന് ഇല്ലാ ബിഇദ്നില്ല, അള്ളാഹുവിൻ്റെ ഇതിന് കിട്ടാൻ. അള്ളാഹുവിൻ്റെ ഇതിനില്ലാതെ, അള്ളാഹുവിൻ്റെ ഇതിന് സമ്മതം ഹിതം എന്നൊക്കെ പറഞ്ഞാൽ എന്താ, അത് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ചെയ്യണമെന്ന്. നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ചെയ്യുമ്പോഴാണ് അല്ലാഹു തആല അതിനും ആവശ്യമായ സൗകര്യങ്ങൾ. അത് ഏതൊരു കാര്യം അങ്ങനെ തന്നെ. സുബൈക്ക് പള്ളിക്കൊക്കെ എത്തണം എന്ന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. ആദ്യം എന്ത് വേണം? ആ അറിവുണ്ടാകണം. പിന്നെ ആ ഒരു ബോധം ഉണ്ടാകണം, ഞാൻ പള്ളിക്കൊക്കെ പോകേണ്ടവനാണ്, സുബൈക്ക് എണീക്കേണ്ടവനാണ്. എന്നിട്ട് നമ്മൾ അതിന് അലാറം വെച്ച് അല്ലെങ്കിൽ ബാങ്ക് കേൾക്കുമ്പോഴെങ്കിലും എണീക്കണം അല്ലേ? ഇതൊക്കെ ചെയ്താൽ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടിയാണ്. എന്നാൽ അല്ലാഹു തആല അങ്ങനെ ആ ഒരു ബോധം മനസ്സിൽ ഇങ്ങോട്ട് ഉറപ്പിച്ച അല്ലാഹു തആല ബാങ്ക് കേൾക്കുമ്പോൾ എഴുന്നേൽപ്പിക്കും. ബാങ്ക് കേൾക്കുമ്പോൾ നമ്മളാണ് ഉണർത്തിത്തരും. എന്നിട്ട് പോകാനുള്ള ഒരു സൗകര്യം കഴിവും അല്ലാഹു തആല തരും. നമുക്ക് അങ്ങനെ ഒരു ചിന്ത തന്നെ ഇല്ല, പള്ളിക്കൊക്കെ പോകേണ്ടതില്ല, സുബൈക്ക് പള്ളിക്കൊക്കെ പോകേണ്ടതില്ല, സുബൈക്ക് വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിച്ചാൽ മതി നാ തീരുമാനിച്ചത്. അങ്ങനെ ചിന്തിക്കണ വെച്ചാലോ അയാൾക്ക് അത്തരത്തിലുള്ള ഒരവസ്ഥയായിരിക്കും അല്ലാഹു കൊടുക്കുക എന്നാണ് ചുരുക്കം. അതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഒമാ കാലിന് നഫ്സിന്, ഒരു നഫ്സിനും സാധ്യമാവുകയില്ല അൻ തുഅ്മിന, വിശ്വസിക്കുവാൻ, ഇല്ലാ ബിഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ ഹിതപ്രകാരം അല്ലാതെ. അള്ളാഹുവിൻ്റെ ഹിതം കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം അല്ലേ? ഏതൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. പണി നമുക്ക് അന്നം കിട്ടണം, എന്ത് വേണം? നമ്മൾ അതിനാവശ്യമായ ഏർപ്പാട് ചെയ്യണം, തൊഴിൽ ചെയ്യണം. അപ്പോൾ അള്ളാഹ് റിസ്ക് തരും. അല്ലാതെ അള്ളാഹാണ് റിസ്ക് നൽകുന്നത് എന്ന് വിചാരിച്ച് പരി കുത്തിർന്നാലോ അന്നം കിട്ടൂല. നമുക്ക് വരുമാന മാർഗം ഉണ്ടാക്കണം, അതിന് നമ്മൾ കൃഷി ചെയ്യണം അല്ലെങ്കിൽ തൊഴിൽ ചെയ്യണം. ഇതൊന്നും ചെയ്യാതെ വരുമാനം അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് അള്ളാഹിൻ്റെ പ്രകൃതി നിയമമാണ്. വമാ കാന ലി നഫ്സിൻ അൻ തുഅ്മിന ഇല്ലാ ബിഇദ്നില്ലാ. ഇതിന് തന്നെ എന്താ? സമ്മതം, അനുമതി, ഹിതം എന്നൊക്കെയാണ് അർത്ഥം. വയജ്അലു റിജ്സ, മാലിന്യം, റിജ്സ് മാലിന്യം, ചിലപ്പോൾ ശിക്ഷ എന്നർത്ഥം വരും, മ്ലേച്ഛത. അത് അല്ലാഹു തആല നിശ്ചയിക്കും. ആരുടെ മേൽ? അലല്ലദീന ലാ യഅഖിലൂൻ, ബുദ്ധി ഉപയോഗിക്കാത്തവരുടെ. ബുദ്ധി ഉപയോഗിക്കൽ 2 തരത്തിലാണ്. ഒന്ന് ഞാൻ പറഞ്ഞ മറ്റേ ആൾ കാളക്കൊമ്പ് തലട്ടമാരിയും ബുദ്ധി ഉപയോഗിക്കുക, ബുദ്ധി തന്നെയാണ്. 6 മാസം ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അതിക്കെത്തിയത്. അങ്ങനെ ചെന്ന് കാണു തലയിട്ടിട്ട് അപകടത്തിലും ആപത്തിലും ചെന്ന് ചാടണേന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് വയജ്അലു റിജ്സ അലല്ലദീന ലാ യഅഖിൽ. അഖിൽ ഉപയോഗിക്കുക, അഖിൽ ഉപയോഗിക്കുക എന്നാൽ ചിന്തിക്കുക എന്ന്. ചിന്ത നേരായ വിധത്തിലാക്കണം. അങ്ങനെ നേരായ വിധത്തിൽ ചിന്തിച്ചത് ആരാണ്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ആ മാർഗം അതേമാതിരി ചിന്തിച്ച ഒരാൾ തന്നെയാണ് അബൂജഹലും. പക്ഷെ അയാൾക്ക് സന്മാർഗം കിട്ടിയില്ല. ചിന്ത അതേമാതിരി തന്നെ, ഉമർ ഖത്താബിൻ്റെ മാതിരിയല്ല, അദ്ദേഹം വേറൊരു തരത്തിൽ ചിന്തിച്ചു പോയി. അങ്ങനെയും ചിന്തിക്കാം. ഇവിടെ പുറത്ത് ഒരു പാത്രത്തിൽ കള്ളും വെച്ചിട്ടുണ്ട്, ഒരു പാത്രത്തിൽ പാലും വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ രണ്ടും എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ബുദ്ധി ഉപയോഗിക്കണം. എനിക്ക് എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ ധർമ്മത്തിനും എൻ്റെ കർമ്മത്തിനും ഉത്തമമായത് ഏതാണ്? എൻ്റെ ബുദ്ധിക്കും. പാലെടുക്കുന്ന ആൾക്കാരും കള്ളെടുക്കുന്ന ആൾക്കാരാണ്. കള്ളിൻ്റെ ആൾക്കാർ കള്ളെടുത്ത് പോകും.
ഇതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുക. വമാ കാന ലി നഫ്സിൻ അൻ തുഅ്മിന ഇല്ലാ ബിഇദ്നില്ലാഹ്. ഒരാൾക്കും അല്ലെങ്കിൽ ഒരാത്മാവിനും അള്ളാഹുവിൻ്റെ ഹിതപ്രകാരമല്ലാതെ വിശ്വസിക്കുക സാധ്യമല്ല. വയജ്അലു റിജ്സ, മാലിന്യത്തെ അവൻ നിശ്ചയിക്കും അല്ലെങ്കിൽ ശിക്ഷയെ നിശ്ചയിക്കും, അലല്ലദീന ലാ യഅഖിലൂൻ, ബുദ്ധി ഉപയോഗിക്കാത്തവരുടെ മേൽ. എങ്ങനെ ബുദ്ധി ഉപയോഗിക്കാത്ത? ബുദ്ധി എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടാവും, അത് അതിൻ്റെ മുറപ്രകാരം ഉപയോഗിക്കുക. കള്ളത്തരം ചെയ്യുന്ന ആളും ബുദ്ധി ഉപയോഗിക്കുമല്ലോ അല്ലേ, മോഷണം നടത്തുന്ന ആളും ബുദ്ധി ഉപയോഗിക്കുമല്ലോ, കൊലപാതകം നടത്തുന്ന ആളും ബുദ്ധിപൂർവമാണ് പലപ്പോഴും ചെയ്യുക. അങ്ങനെയല്ല, നേർക്ക് നേരെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള സൽബുദ്ധി, ദുർബുദ്ധി ഉണ്ടല്ലോ, സൽബുദ്ധി ഉപയോഗിക്കുന്നവർക്കാണ് അള്ളാഹു തആല ഹിദായത്ത് നൽകുക. ദുർബുദ്ധി ഉപയോഗിക്കുന്നവരുടെ മേൽ അള്ളാഹുവിൻ്റെ മാലിന്യം അല്ലെങ്കിൽ ഈ മാലിന്യം, അവിശ്വാസമാകുന്ന മാലിന്യം അല്ലെങ്കിൽ ശിക്ഷ, അതായിരിക്കും സംഭവിക്കുക. വയജ്അലു റിജ്സ, അവൻ മാലിന്യത്തെ ആക്കുന്നു, അലല്ലദീന ലാ യഅഖിലൂൻ, ബുദ്ധി ഉപയോഗിക്കാത്തവരുടെ മേൽ. എന്നും സൽബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളെ കുട്ടികൾക്കും നമ്മുടെ മക്കൾക്ക്, മരുമക്കൾക്ക്, പേരക്കുട്ടികൾക്ക് എല്ലാവർക്കും അല്ലാഹു തആല ഈമാനും ഇസ്ലാമും ഹിദായത്തും നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.